അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഞാൻ നാളെ ഒറ്റപ്പാലത്തെ തറവാട്ടിലേക്ക് പോവാ. മിക്കവാറും ഞാൻ ഇനി കൊച്ചിയിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല. അതെന്താ ഇത്ര പെട്ടെന്നൊരു തീരുമാനം? എന്റെ ലീവ് വേക്കൻസി കഴിഞ്ഞു. മറ്റൊരാൾക്ക് പകരക്കാരിയായിരുന്നു ഇത്രയും നാൾ. പിന്നെ അച്ഛൻ ബാംഗ്ലൂരിൽ മറ്റൊരു ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. സർ, ടീ ഓർ കോഫി? കോഫി മതി. 2 കോഫി, കൂടെ എന്തെങ്കിലും സ്നാക്സ് ആയിക്കോട്ടെ. ഞാൻ വിളിപ്പിച്ചതിന് മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. വളരെ ചുരുങ്ങിയ കാലത്തെ പരിചയമുള്ളെങ്കിലും എന്നെ വളരെ അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നു രാജീവും സണ്ണിയും വിനുവും. കഴിയുമെങ്കിൽ സത്യാവസ്ഥ കണ്ടുപിടിച്ച് അവരെ പുറത്തു കൊണ്ടുവരണം. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ഏതാനും നാളുകൾക്കുള്ളിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അവരെ കുറിച്ച് എന്തെങ്കിലും? അവരെന്റെ കസ്റ്റഡിയിലുണ്ട്. റിയലി? എനിക്ക് അവരൊന്ന് കാണാൻ കഴിയോ? ഓഫ് കോഴ്സ്. വേണമെങ്കിൽ രാധികയുടെ യാത്രയപ്പിന് ഞാൻ അവരെയും കൂട്ടി വരാം. ഞങ്ങൾക്ക് തന്റെ മുത്തശ്ശി ഒന്ന് കാണാമല്ലോ, വിരോധമൊന്നുമില്ലല്ലോ. ഓ, സന്തോഷമുള്ളൂ. എങ്കിൽ നാളെ നമ്മൾ ഒറ്റപ്പാലത്തെ തറവാട്ടിൽ ഒത്തുകൂടും. കോളേജിൽ വന്നൊരു പോലീസുകാരെ ഭീഷണിപ്പെടുത്തി പോയെന്ന് രാധിക ഫോണിലൂടെ പറഞ്ഞപ്പോ ഞാൻ കരുതി വലിയ ദേഷ്യക്കാരനാവുന്നു. ചിലപ്പോ ചില നമ്പറുകളൊക്കെ ഇറക്കും, അത്രേ ഉള്ളൂ മുത്തശ്ശി. പോലീസുകാര് മനുഷ്യരല്ലേ? അതന്നെ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞത്. പിന്നെ ആളുകളെ കൊന്ന കേസൊക്കെ ആകുമ്പോ ഇത്തിരി ഭയപ്പെടുത്തൊക്കെ വേണ്ട കേസ് തെളിയിക്കാൻ. അല്ലെങ്കിൽ പിന്നെ പോലീസ് എന്തും പോലീസ്. കൃഷ്ണനും രാഘവനൊക്കെ വലിയ കൂട്ടായിരുന്നു, ഈ കുട്ടികളെ പോലെ തന്നെ. അവര് 3 പേരായിരുന്നു കൂട്ടുകാര്. അതിനിപ്പോ 2 പോയി. ഇതിപ്പോ ആരാണോ ഊണ് കഴിക്കുന്ന നേരത്ത് വിളിക്കുന്നെ? ഹലോ ഹലോ, ആ കൊടുക്കാം. വർഗീസിനുള്ളതാ. ഇവിടെ മൊബൈലിന് റേഞ്ച് ഇല്ലാത്തോണ്ട് ഇവിടുത്തെ നമ്പർ കൊടുത്തതാ. ഹലോ, എവിടെ വെച്ച്? ഓക്കെ, ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഉടനെ 4 കൂട്ടിയുള്ളൊരു മിനുക്ക് രാധികയുടെ മുത്തശ്ശൻ അവര് ശീല. എന്നാലേ ഊണ് കഴിച്ചു എന്നുള്ളൊരു തൃപ്തി മൂപ്പർക്ക് ഉണ്ടാവും. എന്നിട്ട് വിശാലമായിട്ടൊരു ഉറക്ക. ആരെ മുത്തശ്ശി വിശാലം? പോലീസുകാരൻ വലിയ തമാശക്കാരനാണല്ലേ. ഈ വിശാലെന്ന് വെച്ചാ വിസ്തരിച്ചൊരു ഉറക്കം, അത്രേ ഉള്ളൂ. അല്ല, മുത്തശ്ശി നേരത്തെ പറഞ്ഞില്ലേ മരിച്ചുപോയ കൃഷ്ണകുമാറിന്റെയും രാഘവമ്മന്റെയും ഉറ്റ സുഹൃത്തായ വേറൊരാളെ കുറിച്ച്? എന്താ പുള്ളിക്കാരന്റെ പേര്? അയാളും തന്നെ പോലൊരു പോലീസുകാരനായിരുന്നു, ഒരു DYSP. കൃഷ്ണനും രാഘവനൊക്കെ ആർക്കെന്ന് അയാളെ വിളിക്ക. മുഴുവൻ പേര് ശരിക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഇപ്പൊ ജോലിയൊക്കെ രാജിവെച്ച് തിരുവനന്തപുരത്താന്നാ തോന്നുന്നു. ആ ഫോട്ടോയിൽ കാണുന്നതാ ആ 3 പേരും. എന്തരടെ ഒരു താമസം? കുക്കൂക്കെന്ന് സാറ് പറഞ്ഞപ്പോ ഞാൻ കരുതി ഒരു പുലിയാണ്. ഇപ്പൊ പൂച്ച പോലും അല്ല കേട്ടാ. എന്തരടെ ഇത് മലമറിക്കണ ജ്വാലി കഴിഞ്ഞ് വരണ പോലെ ഉണ്ടല്ലേ? വെറുതെ തിന്നാ നീ ഇങ്ങനെ വേർക്കുവോ? ഇനി സമയം കളയാതെ അടുത്ത എന്റെ പണി തുടങ്ങും. മുട്ട തീർന്നു. അതും തീർന്നോ? ഇനി ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലൊരു അവതാരം ഉണ്ടായ മുട്ടയല്ല, കോഴി പോലും തീർന്നു. എന്തരടെ ഇരുന്ന് പിറുപിറുക്കണത്? അല്ല, അത് കോഴി ഉണ്ടെങ്കിൽ മുട്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയായിരുന്നു. തന്നെ കോഴി ഉണ്ടായിരുന്ന ഓർഡർ ചെയ്യായിരുന്നു 4 മുട്ട. എന്റെ കരിക്കാ തമ്മച്ചി, എന്റെ കസ്റ്റഡി കിട്ടാത്ത യവന്മാരുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ അവനൊക്കെ ലോക്കപ്പിൽ മുട്ട ഇടിച്ചേനെ. തള്ളേ, SI സുന്ദരത്തിന്റെ കൂടെയാണ് കളി. എഴുന്നേറ്റ് അപ്പൊ എന്നെ പ്യാടിയുണ്ട്. പിന്നെ പ്യാടിയുണ്ട് സാർ. ഇപ്പൊ ഒന്ന് 34 കൊല്ലായി. ഇനി വന്നേ. വന്നിട്ട് ജീവിതത്തിൽ പലതും അൺഎക്സ്പെക്ടഡ് ആണല്ലോ സുന്ദര. വളരെ ശരിയാണ്. ഞാൻ മുട്ട തന്നോണ്ടിരിക്കുമ്പോ സാർ വരുമെന്ന് നിരീക്ഷിച്ചില്ല. അതല്ലടോ സുന്ദര, പ്രതീക്ഷിക്കാത്തൊരു വഴിത്തിരിവാണ് ഈ കേസന്വേഷണത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് പിടിച്ചു കയറാൻ ഒരു കച്ചുതുരുമ്പായി RK എന്ന R കൃഷ്ണമൂർത്തി. അമ്മച്ചയാണ് ഒരു പുല്ലും എനിക്ക് മനസ്സിലായില്ല. അന്വേഷിപ്പിൻ, കണ്ടെത്തും എന്നാണല്ലോ പ്രമാണം. നമുക്ക് അന്വേഷിക്കാം, അല്ലേ സുന്ദര? സാർ, ഈ മൂർത്തി സാറിന്റെ കാര്യമാണോ സാർ പറഞ്ഞത്? സുന്ദരൻ ഇദ്ദേഹത്തെ നേരത്തെ അറിയാം. അറിയാമോ? അത്രയ്ക്ക് ഫേമസ് അല്ലേ മൂർത്തി സാറ്? ഞാൻ 3 സർവീസ് ASI ജോയിൻ ചെയ്യുമ്പോ അവിടുത്തെ CI ആയിരുന്നു ഈശ്വര വാര്യർ. അടിമാലി വെച്ച് 10,000 ലിറ്റർ സ്പിരിറ്റ് പിടിച്ച് പിറ്റേന്ന് കോടതി ഹാജരാക്കിയപ്പോ എന്റെ തള്ളേ എന്തൊരു മറിമായം. വണ്ടിയിൽ സ്പിരിറ്റിന് പകരം 10,000 ലിറ്റർ പച്ചവെള്ളം.
വൈപ്പിനിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തിയതിൽ കോടതി വക ചകാരം വേറെ. അന്ന് രാത്രിക്ക് രാത്രി സ്പിരിറ്റ് പച്ചവെള്ളാക്കിയ വേന്ദ്രനാണ് ഈ ആർക്കെ. ആട്ടെ, ഈശ്വരവാര്യപ്പ് എന്ത് ചെയ്യുന്നു? ചത്തുപോയി, ഒരു ആക്സിഡന്റിൽ പെട്ട് തട്ടിക്കളഞ്ഞാണെന്നാണ് ഡിപ്പാർട്ട്മെന്റ് സംസാരം. അതിന്റെ പിന്നിൽ ഈ ആർക്കെയാണെന്നാണ് കിംവദന്തി. അപ്പൊ ഈ ആർക്കെ ആള് കൊള്ളാലോ. ശ്ശോ. എങ്കിൽ അയാളെ കണ്ടിട്ട് തന്നെ കാര്യം. കൃഷ്ണമൂർത്തി സാറില്ലേ? ഇല്ല, തഞ്ചാവൂർക്ക് പോയിരിക്കുക. ആരാ? എല്ലാം ഈ കാർഡിലുണ്ട്. വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ നമ്പർ മറ്റോ? നമ്പറുണ്ട്, പക്ഷെ അത് എനിക്കറിയത്തില്ല. ദിവസത്തിൽ 1-2 തവണ ഇങ്ങോട്ട് വിളിക്കുക പതിവ്. മറക്കാതെ പറയണം. ഓ ശരി സാർ. എത്തിയോ? സാർ. ആ വർഗീസേ, CM ഇപ്പോഴെത്തും. പുള്ളിക്കാരനാകെ ചൂടില്ല. 1-2 തവണ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചിരുന്നു. ഇതുവരെയുള്ള പ്രോഗ്രസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഞാൻ ശ്രമിച്ചതാ. എവിടെ കടിച്ചു കയറാൻ വരിക. അത് പോട്ടെ, നീ വന്നേ. അന്വേഷണത്തിൽ പുതിയ ട്രെയിനിങ് എന്തെങ്കിലും? ഉണ്ട് സാർ. കൊല്ലപ്പെട്ട രണ്ടുപേരും വർഷങ്ങൾക്ക് മുമ്പ് അടുത്ത സുഹൃത്തുക്കളായിരുന്നു. മാത്രമല്ല ആ കൂട്ടത്തിൽ അവർ രണ്ടുപേരും കൂടാതെ മൂന്നാമതൊരാൾ കൂടിയുണ്ട്. ആർക്കെ. ആർക്കെ? അതാരാ? ആർ കൃഷ്ണമൂർത്തി എന്ന റിട്ടയർഡ് DSP. ഏതാനും നാളുകൾക്കുള്ളിൽ ഈ ആർക്കെയും കൊല്ലപ്പെട്ടു. അതൊക്കെ പിന്നെ ഇതിന് മാത്രം ഒരു കുറവും വരുത്തരുത്. സാർ, നേരത്തെ തന്നെ എഴുന്നള്ളിയോടോ. താൻ എന്തൊക്കെയാടോ ഈ കാണിച്ചു കൂട്ടുന്നേ? കേസ് അന്വേഷണം എന്ന് പറഞ്ഞിറങ്ങിയിട്ട് കുറെ നാളായല്ലോ. എന്തായിരുന്നു കെട്ടിഘോഷം? വലിയ രാവണനാണത്രേ. രാവണന്റെ ഒരു തലയിലെങ്കിലും അല്പം എന്തെങ്കിലും വേണ്ടേ? അല്ല സാർ, വർഗീസ് മിടുക്കനാണ് സാർ. എ സ്മാർട്ട് ഓഫീസർ. അതല്ലടോ, കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഇനിയും കേസിന്റെ ഗതി ഇതാണെങ്കിൽ എനിക്ക് മറിച്ചൊരു തീരുമാനം എടുക്കേണ്ടി വരും. ലോക്കൽ പോലീസ് എന്ന് ലോക്കൽ പോലീസ് തന്നെടോ. വെറുതെ അല്ല പത്രക്കാർ പോലും CBI എന്ന് പറയും. ക്ഷമിക്കണം സാർ, മഞ്ഞും മഴയും കൊണ്ട് അനാഥ പ്രേതങ്ങൾക്ക് പോലും കാവൽ നിന്ന പോലീസുകാരന് ഈ നാട്ടിൽ ഒരു നാറിയുടെ വില പോലും ഇല്ലാതായി പോയത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. അത് ഭരണം കൈയാളുന്ന രാഷ്ട്രീയ വർഗത്തിന് അംഗീകരിക്കാനുള്ള കപട മനസ്സിന്റെ കുഴപ്പമാണ്. പദവിയും അംഗീകാരങ്ങളും മറന്ന് ഒരു മെയ്യോടെ മുന്നോട്ട് നീങ്ങിയാൽ ഏത് തെളിയിക്കാത്ത കേസും രാഖി രാമാനം തെളിയിക്കാൻ കഴിയും. അത് അംഗീകരിക്കാനുള്ള വിശാല മനസ്സുണ്ടെങ്കിൽ അതിനൊരു തുടക്കം ഞാൻ കുറിക്കാം. വിത്തിൻ 1 വീക്ക് ശത്രുവിന്റെ മുമ്പിൽ മരണമായി കീഴടങ്ങിയില്ലെങ്കിൽ ശത്രുവിനും കൊണ്ട് വർഗീസ് വരും. വന്നിരിക്കും സാർ. പേടിച്ചു പോയോ? ഞാനവനെ ചൂടാക്കിയതല്ലേ. അവൻ മിടുക്കനാ. സാർ,